നമസ്കാരം. ലോകത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും എല്ലാ രീതിയിലും ഇസ്രായേലിനെ കൃത്യമായിട്ട് പിന്തുണക്കുന്നു. അതിലൊരു സംശയമില്ല. ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങളിലും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലോകത്ത് ഏത് രാഷ്ട്രമാണെങ്കിലും നല്ല സ്നേഹബന്ധമൊക്കെ ഇന്ത്യയുമായിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ബന്ധമുണ്ടെങ്കിലും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പിന്തുണ ലോകത്തിൽ ഒരു രാജ്യവും ഇസ്രായേലിന് കൊടുക്കുന്നില്ല. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഈ അമേരിക്കയിൽ ഹമാസിന് വേണ്ടിയിട്ട് പ്രക്ഷോഭം നടത്താൻ നേതൃത്വം കൊടുത്ത വ്യക്തിയെ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഏത് തരത്തിൽ സ്വീകരിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കാം. ഖലീൽ മുഹമ്മദ് എന്നാണ് ഈ പറയുന്ന വ്യക്തിയുടെ പേര്. അമേരിക്കയിലെ ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം മറ്റ് സർവകലാശാലയിലേക്കും വ്യാപകമായിട്ട് ഒരു പ്രത്യേക സംവിധാനത്തിലുള്ള ആളുകളെ മാത്രം കൂട്ടി വിളിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ നിൽക്കുന്ന ആളുകളെ കൂട്ടി വിളിച്ചുകൊണ്ട് അവിടെ ഹമാസിന് അനുകൂലമായിട്ട് പ്രക്ഷോഭം നടത്തുന്ന ഒരു കലാപരിപാടി. ഇത് പലവട്ടം നടത്തി, പല രീതിയിൽ നടത്തി. അപ്പൊ ഇത് നടത്തുന്ന സമയത്ത് അമേരിക്ക എന്താണ് ചെയ്യുക? അമേരിക്ക എന്തിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്? ഇസ്രായേലിനെ സംരക്ഷിക്കാൻ. അതേ അമേരിക്കയുടെ ഉള്ളിൽ കയറിയിട്ട് ഇതുപോലെയുള്ള ആളുകൾ, അതും അമേരിക്കൻ വംശജനോ അമേരിക്കയിൽ ജനിച്ച ആളോ അല്ല, ഇവന് പാലസ്തീൻ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സിറിയയിൽ തന്നെ ജനിച്ച ഒരാളാണ്. പക്ഷെ അന്ന് മുതൽക്ക് തന്നെ പാലസ്തീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ്, ഒരു സംശയമില്ല. അപ്പൊ പാലസ്തീനിലെ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസിനെ പിന്തുണക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് നിലവിൽ അമേരിക്കയിലെ ഭരണാധികാരി നിസ്സാരക്കാരനല്ല, ട്രംപാണ്. ട്രംപ് വന്നതിന് ശേഷം ലോകത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പല ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ. അമേരിക്ക ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണെന്ന് ലോകത്തെ തെളിയിച്ചു കൊടുക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സംശയമില്ല. അവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലോകത്ത് ഭീകരതയ്ക്ക് വലിയ തരത്തിൽ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും അതിന്റെ പരിസര പ്രദേശവും. ഇസ്രായേലിനകത്ത് പോലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. ഇവരുടെ അനുയായികൾ പലരും ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോഴും ഉണ്ട്, പേടിച്ച് വിറച്ചാണ് കഴിയുന്നത്. പക്ഷെ എന്നാൽ പോലും ഇടയ്ക്കുമാർ ഈ മതഭ്രാന്തങ്ങളുടെ പുറത്തേക്ക് വരും, ഒരു തോക്കൊക്കെ എടുത്ത് പെട്ടെന്ന് ഒന്ന് വെടിവെച്ച് കുറച്ച് ജൂതന്മാരെയൊക്കെ കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. ഇതാണ് ഇവരുടെ മനോഭാവം. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇസ്രായേലിനെ എന്നും പിന്തുണക്കുക, ഇസ്രായേലിനെ എതിർക്കുന്നവരെ കൃത്യമായിട്ട് അവരെയും എതിർത്ത് പോവുക. അപ്പോൾ ഈ പറയുന്ന നേതാവിനെ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് അമേരിക്കയിൽ വലിയ തരത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഈ ഖലീൽ മുഹമ്മദിനെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തൂക്കി പുറത്തേക്ക് എറിയാനുള്ള തീരുമാനത്തിലാണ്. അവിടുത്തെ പൗരത്വമൊക്കെ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ പൗരത്വം അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ശരി, ഒരേ ഒരു തീരുമാനമാണ്. അമേരിക്കയുടെ അകത്ത് ഭീകരവാദ പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ, അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കും. അമേരിക്ക എത്രയോ ഭീകരവാദ സംഘടനകളെ നശിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് ധനസഹായം നൽകുന്ന രാജ്യമാണ്. ആയുധപരമായിട്ടും എല്ലാ തരത്തിലും എല്ലാ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ലോകത്തെ പല രാജ്യങ്ങൾക്കും കൊടുക്കുന്ന ഒരു രാഷ്ട്രം അമേരിക്കയാണ്. അതൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. അമേരിക്കയുടെ നിലപാടുണ്ടാകും. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ഒരു പ്രവർത്തന രീതിയും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിരവധി രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണ്. അപ്പൊ ഇവിടെയാണ് ഒരു ഭീകരവാദ സംഘടനയെ കൃത്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ശ്രമിക്കും. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ വെറുതെ ഇരുന്നു കൊണ്ട് കുരയോട് കുര. ഇപ്പോൾ ട്രംപിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നൊക്കെയാണ് പറയുന്നത്. ട്രംപ് ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പുറത്തേക്ക് എത്തിക്കും, അതിലൊരു സംശയമില്ല. കാരണം അതുപോലെയുള്ള നയപരിപാടികൾ തയ്യാറാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഗാസ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സ്ഥലം അത് അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് പിടിച്ചെടുത്തിരിക്കും, അതിൽ സംശയമില്ല. അത് അവിടെയുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത്. ഹമാസിനോടും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നരകതുല്യമായിരിക്കും നിങ്ങളുടെ ആ നാടും നിങ്ങളുടെ അവസ്ഥയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത് പരസ്യമായിട്ട്. അപ്പൊ ഈ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവനുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വലിയ രീതിയിൽ തന്നെ ഈ ഭീകരവാദ സംഘടനയെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, നിരന്തരമായിട്ടുള്ള കലാപരിപാടികൾ ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന് ISIS ഭീകരവാദികൾ സൃഷ്ടിക്കപ്പെടുന്നു.
ഇത് അമേരിക്കയെ എതിർക്കാൻ വേണ്ടി മാത്രം ഇനി പുതിയൊരു ഭീകരവാദ സംഘടന രൂപീകരിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടുള്ള താല്പര്യമുള്ള ആളുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ താല്പര്യമുള്ള ഇതേ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ആളുകൾ പല ആക്രമണ പരമ്പരകളും അമേരിക്കയിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള നടപടികളും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ന്യൂ ഇയർ ദിനത്തിൽ ഒരു സംഭവം അമേരിക്കയിലുണ്ടായി. ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ ഒരു പ്രവർത്തകൻ അവിടെ തോക്കുമായി വന്നിട്ട്, തോക്കും മറ്റായുധങ്ങളുമുണ്ട്, അതിനോടൊപ്പം തന്നെ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ട്രക്ക് ഇടിച്ച് നിരത്തി ചതച്ച് ചമ്മന്തിയാക്കി മുന്നോട്ട് പോവുക. ഒരു പ്രത്യേക മുദ്രാവാക്യമൊക്കെ ഉണ്ടല്ലോ ഇവരുടെ, ആ മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടാണ് ഇതുപോലുള്ള ക്രൂരമായിട്ടുള്ള ഒരു കലാപരിപാടിയായിട്ട് ഇവൻ മുന്നോട്ട് പോയത്. നമ്മൾ ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കാസർഗോഡ് പടന്ന സ്വദേശിയായിട്ടുള്ള റാഷിദ് അബ്ദുള്ള, ഇവന്റെ ഒരു വോയിസ് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരും. ഇവൻ ISIS ക്യാമ്പിലേക്ക് പോയതാണ്. ഇവിടെയുള്ള നിരവധി ചെറുപ്പക്കാരെ ISIS ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ഈ ഭീകരവാദ സംഘടനയുടെ ഭാഗമാക്കാനും പ്രവർത്തിച്ച ഒരു കൊടും തീവ്രവാദിയാണ്. ഇവന്റെ ഒരു വോയിസ് വന്നതിൽ ഇതേ സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ട്. അവിടെ പരിപാടികൾ, കേരളത്തിൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ പരിപാടി നടക്കുന്ന സമയത്ത് അതിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റുക, കത്തി കൊണ്ട് ഉള്ള പ്രയോഗം നടത്തുക, പിസ്റ്റൾ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതേ നിലപാട് ഇതേ പറയുന്ന അമേരിക്കയിൽ ISIS അനുകൂലമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തകൻ ഇങ്ങനെ ചെയ്തതാണ്. ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ നടക്കുന്ന വിഷയങ്ങൾക്കെതിരെ അവിടെ ഒരു ബോധവൽക്കരണത്തിനായിട്ട് ഈ ഖലീൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ടോ, ഒരു ബോധവൽക്കരണം തീവ്രവാദത്തിനെതിരെ നടക്കുന്നത് ഇല്ല. ഇവർ തന്നെ തീവ്രവാദികളാണ്. തീവ്രവാദികൾ മറ്റൊരു തീവ്രവാദികളെ നന്നാക്കാനായിട്ട് എങ്ങനെയാണ് ശ്രമിക്കുക? ഇതാണ് സംഭവം. അപ്പൊ ഈ സാധനത്തിനെ എടുത്തിട്ട് ഇപ്പൊ പുറത്തേക്ക് കളയാൻ പോകണം. ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് ഇവന്റെ ഭാര്യ ഗർഭിണിയാണ്, ഗർഭിണിയായിട്ടുള്ള ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവന്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഗർഭിണിയാണെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന തെറ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അമേരിക്ക എടുക്കണ്ടേ? അമേരിക്ക എടുക്കും. ഇതിലൊരു കോംപ്രമൈസ് ഇല്ല. ട്രംപാണ് അവിടുത്തെ പ്രസിഡന്റ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇന്ത്യയിലേക്ക് പോലും അവിടെ അനധികൃതമായിട്ട് നുഴഞ്ഞു കയറിയ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് ഒഴിപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും. അത് കയ്യിലും കാലിലും ചിലപ്പോൾ കഴുത്തിലൊക്കെ വിലങ്ങിട്ട് കൊണ്ടുവന്നിരിക്കും, ഒരു സംശയമില്ല. അത് അവിടുത്തെ നിയമം അനുസരിച്ചാണ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലുള്ള ചിന്താഗതിയുള്ള സംഘടനാ സംവിധാനങ്ങൾ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും അതിനെ എതിർക്കപ്പെടണം. ഇതേ സാഹചര്യമാണ് നമ്മൾ ചിന്തിക്കുക. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ലോകത്തുള്ള ഒരു നിലപാടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ സുരക്ഷ. ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിന് അത്ര വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. ആ പ്രാധാന്യം നിലനിൽക്കുന്നിടത്തോളം കാലവും ഒരു കാരണവശാലും മറ്റൊരു രാജ്യത്തിനെ കൊണ്ട് തൊടാനായിട്ട് അവർ സമ്മതിക്കില്ല ഇസ്രായേലിനെ. കാരണം ഇസ്രായേൽ ചെറിയൊരു ഭൂപ്രദേശമാണ്. നിലവിൽ ടെക്നോളജിയും ആയുധപരമായിട്ടും സൈനികപരമായിട്ടും ഒരു ശക്തിയാണെങ്കിലും രാജ്യം എപ്പോഴും ഒരു ചെറിയ രാജ്യം, ഒരു കുഞ്ഞൻ രാഷ്ട്രമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ അറബ് രാജ്യങ്ങൾക്കൊന്നും അവരെ തൊടാൻ സാധിക്കില്ല. ആ രീതിയിലുള്ള സംവിധാനങ്ങൾ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അമേരിക്കയുടെയും കൃത്യമായിട്ടുള്ള പിന്തുണ എന്നും നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കൂട്ടത്തിൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഇന്ത്യയും ഇസ്രായേലിന്റെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ കൃത്യമായിട്ട് പങ്കാളിത്തം വഹിക്കുമെന്നുള്ളതിലും തർക്കമില്ല. അപ്പൊ എത്രത്തോളം അവിടെ കിടന്ന് കുറച്ചാലും ഏത് തരത്തിലുള്ള ഹമാസ് അനുകൂല പ്രക്ഷോഭം നടത്തുന്ന നേതാവാണെങ്കിലും എടുത്ത് തൂക്കി പുറത്തേക്ക് എറിയാനാണ് ട്രംപിന്റെ തീരുമാനം.